അങ്ങനെ ഒറ്റ കിടക്കണവരൊക്കെ പുറകിൽ നോക്കിയിട്ട് നീ ഗസ്റ്റ് ആപ്പോന്ന് പറഞ്ഞ നടക്കട്ടാ. ഞാൻ വന്ന എന്നെയും കൂടെ അതിലിരുത്തിന്ന് തള്ളിത്തരോ? നിർത്തിക്ക് ഞാൻ എങ്ങനെയെങ്കിലും പോകുന്നുണ്ട്. കുറച്ചു നേരം കൂടെ നീക്കി അവിടെ നിന്നായിരുന്നെങ്കിലേ തൂക്കി എടുത്തോണ്ട് പോകായിരുന്നു. എടി നിന്നെ ഞാൻ നിങ്ങൾ പോയിക്കോ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ. അവന്മാരുടെ അഹങ്കാരം കണ്ടില്ലേ? ആട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ചെയർമാന്റെ പ്രകടനം? അവന്മാർ കിടുങ്ങിപ്പോയി. എനിക്ക് അടിമടിയൊന്നും ഇഷ്ടമല്ല. മനസ്സമാധാനം എനിക്ക് ഏറ്റവും വലുത്. അവള് വലിയ സമാധാനക്കാരി. നല്ല രസമുണ്ടായിരുന്നു. എടാ, ഇത്ര കൃത്യമായി നീ പോസ്റ്റിൽ അടിച്ചിരുന്നെങ്കിലേ ആ കളി നമ്മള് ജയിച്ചേനെ. ഞാൻ മാത്രം കളിച്ചിട്ട് എന്ത് കാര്യം ചെയ്യുക? പ്രാക്ടീസിന് ഒരാൾ പോലും വരില്ല. നീയാണെങ്കിൽ ചെയർമാനായ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ദേ, ഈ ഇരിക്കുന്ന മഹാനടക്കം ഒരാളും വരില്ല. അനുപേ, ഇനി ശരിക്കും പ്രാക്ടീസിന് പോകട്ടെ. തമാശയല്ലേ ജീവ? ടീമിന്റെ ആരും വല്ലാത്ത കഷ്ടത്തിലാ. നമുക്ക് ശരിയാക്കാടോ. എല്ലാ കളിക്കാരും പ്രാക്ടീസിനൊന്ന് വന്നാൽ മാത്രം മതി. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും നമുക്ക് കപ്പടിക്കണം. നാളെ മുതൽ ഇറങ്ങല്ലേ? അത് നാളെ. അക്ബറെ, നാളെ ഇവൻ പ്രാക്ടീസിനുണ്ടാവണം. പോട്ടെ, എന്നാ ശരി. കേട്ടല്ലോ, കുഴപ്പരുത്. അവനതൊക്കെ പറയാം. അവന് വേറെ പണിയൊന്നുമില്ല. പിന്നെ പ്രാക്ടീസ്. എനിക്കൊരു പണിയുണ്ട്. എവിടെ നേരെ അവൻ പ്രാക്ടീസ്. എടാ ജീവ, നിന്നെ പേന ഡീസോന്റെ പിരിവ് തുടങ്ങണ്ടേ? അടുത്താഴ്ച തുടങ്ങാം. പിന്നെ എന്തായി മാഗസിൻ പരിപാടികൾ? അവര് തുടങ്ങിയോ? എന്തായാലും കൊച്ചാ, എത്ര ലാഭം കിട്ടും? ലാഭം കടം വീട്ടാണല്ലോ, എന്നെ കിട്ടിയിട്ടില്ല. പിന്നെ ലാഭം. അപ്പൊ ഈ വർഷം മാഗസിൻ ഇല്ലേ? പിന്നെ പക്ഷേ ഉദാരവൽക്കരണം വേണ്ടി വരും. അയ്യടാ, അതങ്ങ് പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. ഇത് കണ്ടേ നീ ഉദാരവൽക്കരിക്കണ്ട. ശരി ശരി. പേടിക്കേണ്ട ദീപേ, ഇതിന് വളയുടെ ആവശ്യമൊന്നും വരില്ല. മുതലാളിമാരെല്ലാം ഒന്ന് ഉദാരമായി പരസ്യം ചെയ്താ പോരെ. ആ അതെ, യേശുവിനെ ആകെ കിട്ടിയിരിക്കുന്നത് ഈ മാഗസിനാ. ഇതുകൊണ്ട് വേണം ഈ കൊല്ലം കഴിഞ്ഞുകൂടാൻ. ഓ, അതറിയാലോ. മാഗസിനില് പരസ്യം മാത്രം പോരാട്ടാ. ഒരിക്കലുമല്ല. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തിരഞ്ഞെടുത്ത കുറെ കഥകൾ, കവിതകൾ, പിന്നെന്തുടാ കൃതികൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേജ് ഇത്തിരി കുറയുന്നു മാത്രം. കൂടുതലൊന്നും പറയാനില്ല. അല്ല സഖാവേ, ഇന്ന് സമരല്ലേ? അത് ശരിയാണല്ലോ. സമരോ? എന്തിന്? നെടുമങ്ങാട് AC പ്രവർത്തകർ SFI പ്രവർത്തകരെ മർദ്ദിച്ചത് അറിഞ്ഞില്ല എന്നുണ്ടോ സഖാവ്? അറിഞ്ഞു. അന്ന് നെടുമങ്ങാടല്ലേ? എന്നാ വേഗം അവിടെ സഖാവേ, ഇന്ന് കുറെ പടങ്ങൾ റിലീസ് ഉള്ളതാ. അല്ല സഖാവേ, ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സമരം വിളിച്ചാലാ? എന്നാ വിളിക്കല്ലേ?